പൊളി ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. ഈ സർക്കാർ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം സർക്കാർ ഒരു തീരുമാനത്തിലെത്തക്ക പോവാണ്. അതായത് ഡ്രൈ ഡേ ഒഴിവാക്കുകയാണ്. ഡ്രൈ ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ മാസവും 1-ാം തീയതി ബാറുകൾ അടച്ചിടുന്ന ഒരു പരിപാടി കുറെ കാലമായിട്ട് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുക. അപ്പോൾ അത് ഒഴിവാക്കുന്നു എന്ന് പറയുമ്പം വലിയ വരുമാന നഷ്ടം ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. ആർക്ക്? ബീവറേജസിനും ഒക്കെയാണ്. സർക്കാരിന് വരുമാന നഷ്ടം ഉണ്ടാവുന്നു. മാത്രമല്ല, പല ഇന്റർനാഷണൽ കോൺഫറൻസുകളും കേരളത്തിലേക്ക് വരുന്നില്ല ഈ ഡ്രൈ ഡേ കാരണം. 1-ാം തീയതി അവർ കോൺഫറൻസ് തുടങ്ങുന്ന അന്ന് ചിലപ്പോൾ മദ്യം ഉണ്ടാവില്ല. 3 ദിവസത്തെ കോൺഫറൻസ് ആണെങ്കിൽ ചിലപ്പം 1-ാം തീയതി ഡ്രൈ ഡേ ആയിരിക്കും, 2-ാം തീയതിയും പല കാരണങ്ങളാൽ ഡ്രൈ ഡേ ആവും, 3-ാം തീയതിയും ചിലപ്പോൾ ഡ്രൈ ഡേ ആവുന്നൊക്കെ അവസ്ഥയുണ്ട്. അപ്പോൾ കേരളത്തിൽ മദ്യം ലഭ്യമല്ല എന്നുള്ളത് കൊണ്ട് ഇവിടെ ഇന്റർനാഷണൽ കോൺഫറൻസുകൾ വരുന്നില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാണ് നിരത്തിയിരുന്നത്. പക്ഷേ ഇന്ന് ഏറ്റവും പുതുതായി വന്ന വാർത്ത എന്ന് പറയുന്നത് വലിയ തോതിലുള്ള കോഴ ഇടപാട് ഈ ബാറുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നതാണ്. നമുക്കറിയാം 10 വർഷം മുന്നെയാണ് ഈ ബാർക്കോഴ ആരോപണം ഉണ്ടാവുകയും വലിയ രീതിയിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാവുകയും യഥാർത്ഥത്തിൽ അന്ന് ഭരണകക്ഷിയായ UDF വലിയ തിരിച്ചടി ഉണ്ടാവുകയും കോഴമാണി എന്നുള്ള പേര് കിട്ടുകയും മാണിയുടെ വീട്ടില് നോട്ടെന്ന് യന്ത്രമുണ്ട് എന്നുള്ള പറയുകയൊക്കെ ചെയ്ത വലിയ സമരങ്ങളൊക്കെ നമുക്കറിയാം. യഥാർത്ഥത്തിൽ LDF കോഴ പാടിക്കുമോ ഈ ബാറിന്റെ കേസിൽ? അല്ല, ഇത് കോഴ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ആർക്കും നിഷിദ്ധമൊന്നുമല്ല. ഇത് അന്ന് 1 കോടി രൂപ മേടിച്ചെങ്കിൽ ഇന്നിപ്പോ 20 കോടിയുടെ കണക്കാവും. അതെ, കാലം മാറി. അല്ല, അത് ചെലവ് കൂടി. തമാശ എന്ന് പറഞ്ഞാൽ ചരിത്രത്തിന്റെ തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് രസകരമായി ആസ്വദിക്കാൻ പറ്റുന്നില്ല. ഒന്ന്, ഏറ്റവും വലിയ ആരോപണം ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെയുള്ളത് സരിത കേസായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അതിന് ബദലായിട്ട് ഇവിടെ സ്വപ്ന കേസ് വന്നു. ഇപ്പൊ ബാർ 1 കോടിക്ക് വരെ 20 കോടി വരുന്നു. 25 എന്നും പറയുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ ഇത് മദ്യ ബിസിനസ് എന്ന് പറഞ്ഞാൽ അവരുടെ നിന്നുള്ള ഒരു വലിയ ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ. സർക്കാർ മാത്രമല്ല, ഇപ്പൊ പള്ളി പണിയുന്നവരെ മദ്യ കോൺട്രാക്ടർമാരുടെ കാശ് കൊണ്ടാ. അതെ, അല്ലെ എല്ലാ കാലത്തും നമുക്കറിയാം. ഇതിന് ശബരിമലയില് പിന്നെ സ്വർണം പൂശിയത് പോലും അന്ന് മദ്യ വ്യാപാരിന്റെ പൈസ കൊണ്ടാണ്. ഇത്തരത്തിൽ ഇത് കാശ് കിട്ടിയ ആർക്കും പൊളിക്കൊന്നുമില്ല. രാശേ, ആവശ്യത്തിന് എല്ലാവരും പൈസ മേടിക്കും എന്നുള്ളതിന് നമുക്ക് എന്തെല്ലാം തെളിവുകളുണ്ട്. അത് കൊച്ചി സർക്കാർ ഓഫീസ് മുതൽ വലിയ സർക്കാർ വരെയുള്ള എല്ലാവരും ഈ പൈസ മേടിക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും വലിയ തമാശയായിട്ട് തോന്നുന്നത്, ഈ രാജേഷ് നേരത്തെ പറഞ്ഞ ഈ കോൺഫറൻസുകളൊന്നും നടക്കുന്നില്ല. ഈ കോൺഫറൻസിന് വരുന്നവർ മദ്യപിക്കാൻ വേണ്ടി മാത്രമാണോ വരുന്നത്, അതോ എന്തെങ്കിലും കാര്യം ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയാണ്? ടൂറിസ്റ്റുകളും വരുന്നില്ല. അല്ല, 1-ാം തീയതി തന്നെ ഈ കോൺഫറൻസ് വെക്കണമെന്ന് എന്താ നിർബന്ധം? അല്ല, പല കോൺഫറൻസുകളും സാധാരണ എന്ന് പറഞ്ഞാൽ 30, 31, 1 ആയിരിക്കും, അല്ലെങ്കിൽ 1, 2, 3 ആയിരിക്കും. അങ്ങനെയാണ് അതിന്റെ രീതി. ഒന്നിക്കും മന്ത്. അല്ല, ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത് ആരാന്ന്? ഇങ്ങനെയൊക്കെയുള്ള ചിട്ടവട്ടങ്ങൾ ഉണ്ടാക്കുന്നത് വെറുതെ ഇതിന്. അപ്പൊ അതിനൊരു മുട്ടാപ്പോക്കിനായേ ഉള്ളൂ. ഇതിപ്പോ എന്താ, സർക്കാരിന് കാശുമായി, കാര്യം ഇപ്പുറത്ത് നടക്കുകയും ചെയ്തു. അതിന് ഇങ്ങനത്തെ ഉള്ള ഓരോ മുട്ടാപ്പോക്ക് കാര്യങ്ങൾ പറഞ്ഞ് ഇത് AK ആന്റണി ചാരായം നിരോധിച്ചപ്പോഴാണല്ലോ 1-ാം തീയതി ഡ്രൈ ഡേ ആക്കിയത്. 1996 മാർച്ച് 31-ാം തീയതിയാണ് ചാരായം നിരോധിക്കുന്നത്. അതെ അതെ. ചാരായ നിരോധനം പിന്നീട് ശരിക്കും തെറ്റായിരുന്നു എന്ന് പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ അന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് 1-ാം തീയതി ശമ്പളം കിട്ടുന്നു. അത് കൃത്യമായി വീട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ആന്റണിയുടെ വിചാരം എന്ന് പറഞ്ഞാൽ 1-ാം തീയതി അപ്പൊ തന്നെ നേരിട്ട് പോയി ആ പൈസക്ക് മൊത്തം കള്ള് മേടിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നായിരുന്നു. 1-ാം തീയതി പിന്നെ ശമ്പളമേ ഇല്ലാതെ പ്രൈവറ്റ് സ്ഥലങ്ങളിലൊന്നും ശമ്പളമേ അല്ലല്ലോ. അന്നൊക്കെ എന്ന് പറഞ്ഞാല് വളരെ കുറച്ച് സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ ഉള്ളു. അപ്പൊ 1-ാം തീയതിയൊക്കെ ശമ്പളം കിട്ടുന്ന അവസ്ഥയുള്ളൂ. പിന്നീട് ഈ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഏതാണ്ട് 25 വർഷം കഴിയുമ്പോഴേക്ക് തന്നെ ഒരുപാട് സ്വകാര്യ സ്ഥാപനങ്ങളുടെ എണ്ണം കൂടിയെങ്കിൽ പോലും അവിടെയൊക്കെ ശമ്പളം കൊടുക്കുന്നത് 5-ാം തീയതിക്ക് ശേഷമാണ്. അതെ. അപ്പൊ ഈ 5-ാം തീയതിക്ക് ശമ്പളം കിട്ടുന്നവരുടെ പിന്നെ പൈസ എങ്ങനെ സുരക്ഷിതമാക്കുന്നതിനെ കുറിച്ച് ആന്റണിക്ക് അങ്ങനെ ഒരു ദീർഘവീക്ഷണം ഇല്ലാതിരുന്നത് കൊണ്ട് 1-ാം തീയതി മാത്രം ഡേ. അതെങ്കിൽ അത് എന്നുള്ള രീതിയിൽ പുള്ളി അന്ന് പ്രഖ്യാപിക്കുകയാണല്ലോ. അതിന് ഇത്ര വലിയ രീതിയിൽ വലിയ തുക പിരിച്ച് ഇത് മാറ്റാനൊക്കെ എടുക്കുന്ന തീരുമാനം. പിന്നെ വേറെ ഒരുപാട് മദ്യനയത്തിൽ ഒരുപാട് വെള്ളം ചേർക്കാൻ പോകണല്ലോ. അതെ, മദ്യനയത്തിൽ വെള്ളം ചേർക്കുന്ന പറയുന്നത് ഒന്ന്, ഈ IT പാർക്കുകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ബാറുകൾ തുടങ്ങുന്നു. ഇത് നമുക്കറിയാം. 1-ാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ പിണറായി സർക്കാർ വളരെ കൃത്യമായിട്ടൊരു നിലപാടെടുത്തിരുന്നു. IT മേഖലകളിലുള്ള ഈ IT എഞ്ചിനീയർമാർക്ക്, അതായത് IT പ്രൊഫഷണൽസിന് രാത്രികാലങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ മുഷിപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അവിടെ ബ്രൂവറി ഏർപ്പെടുത്തും എന്നായിരുന്നു. ഈ പകല് ജോലി എന്ന് പറഞ്ഞാൽ മുഷിപ്പ് ഒഴിവാക്കാനാണ് വൈകുന്നേരം ആളുകൾ കുടിക്കുന്നത്. അതെ അതെ. അപ്പം ഈ രാത്രികളിൽ മദ്യം ലഭ്യമല്ല എന്നുള്ളത് കൊണ്ട് ഈ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ തേടി പോകുന്നു എന്നുള്ളതായിരുന്നു ഒരു വലിയ പരാതി. ഇപ്പൊ കേരളത്തിൽ നമുക്കറിയാം, മദ്യനിരോധനം നടപ്പിലാക്കിയതാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഏറ്റവും വലിയ
പരാജയത്തിനും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഭരണത്തിൽ നിന്നും നിഷ്കാസനായി പോകുന്നതൊക്കെ ഈ ബാർ നിരോധനമായിരുന്നു. അപ്പൊ ഗുണനിലവാരമില്ലാത്ത ബാറുകൾ അടച്ചിടാൻ വേണ്ടിയിട്ട് കെ ബാബു, അന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി ആയിരുന്ന കെ ബാബു ഉത്തരവിടുന്നു. ഇത് UDF തന്നെ വലിയ തർക്കമാവുന്നു. പിന്നീട് അത് കോൺഗ്രസിൽ തന്നെ വലിയ തർക്കമാവുന്നു. VM സുധീരനായിരുന്നു അന്ന് KPCC പ്രസിഡന്റ്. അദ്ദേഹം ചോദിക്കുന്നു, എന്ത് ക്രൈറ്റീരിയ വെച്ചാണ് ഈ ഗുണനിലവാരത്തിന്റെ 360ഓളം ബാറുകൾ അടച്ചിട്ടത്? അങ്ങനെയെങ്കിൽ ഗുണനിലവാരത്തിന്റെ പേരിൽ കൃത്യമായ ഒരു ഇതുണ്ടാക്കണമെന്നും അത് വസ്തുനിഷ്ഠമായിരിക്കണമെന്നും അല്ലെങ്കിൽ ഇതിൽ ഏതൊക്കെയോ തരത്തിൽ അഴിമതി നടത്താനുള്ള ചില നീക്കങ്ങൾ ചില ഭാഗങ്ങളിൽ ഉണ്ടാവുന്നുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. അതുകൊണ്ട് ഇത് കൃത്യമായി എന്താണെന്ന് വ്യക്തമാക്കണം എന്ന് പറയുന്നു. ഇതിൽ പ്രതിഷേധിച്ച് അല്ലെങ്കിൽ ഈ ഇദ്ദേഹത്തിന്റെ ഈ ഒറ്റ നിർബന്ധത്തിനോട് പ്രതിഷേധിച്ചുകൊണ്ടാണ് അന്ന് കേരളത്തിലെ എല്ലാ ബാറുകളും 5 സ്റ്റാർ ഒഴികെയുള്ള എല്ലാ ബാറുകളും അടച്ചിടാൻ വേണ്ടി തീരുമാനിക്കുന്നു. പിന്നീട് അത് 4 സ്റ്റാർ ബാറുകളും 5 സ്റ്റാർ ബാറുകളും മാത്രം തുറക്കാം, ബാക്കിയുള്ള ബാറുകളെല്ലാം അടച്ചിടാൻ തീരുമാനിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു ഏറ്റവും വലിയ തലതിരിഞ്ഞ പരിപാടിയായിരുന്നു അത്. അല്ല, ഇതിൻ്റെ അകത്ത് എന്താണെന്നറിയോ, ഇത് ഇത്തരം ന്യായങ്ങൾ ഒന്നും ശരിയല്ല എന്നുള്ള രീതി ഞാൻ പറയട്ടെ. അതായത് ഇപ്പൊ കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ നയമൊക്കെ മാറി എല്ലാ ബാറുകളും തുറക്കുകയും എല്ലായിടത്തും മദ്യം സുലഭമായി കിട്ടുകയൊക്കെ ചെയ്തു. ഈ കഴിഞ്ഞ 8 വർഷം എന്ന് നോക്കണ്ട, കഴിഞ്ഞ ഒരു 5 വർഷം എടുത്തോളൂ. ഇതെല്ലാം എല്ലാവരുടെയും ന്യായം ഇതൊക്കെ നിരോധിച്ചാൽ ഉടനെ കഞ്ചാവിലേക്കും ലഹരി മരുന്ന്, അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ഒരു 5 വർഷത്തെ നമ്മുടെ ലഹരി ഉപയോഗത്തിന്റെ വർധന ഒന്ന് ഇവർ കണക്കിലെടുത്താൽ ഇത് ബാറും മദ്യവുമായിട്ടൊന്നും ബന്ധപ്പെട്ടതല്ല നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഈ സർക്കാരിന് വരുമാനമില്ലാതാകുമ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന അഭിപ്രായങ്ങളാണ്. യഥാർത്ഥത്തിൽ ഒരു കണക്കെടുത്താൽ ഈ മദ്യവും ഈ ഇന്ന് കേരളത്തിലുണ്ടായ ലഹരി വർധനവും തമ്മിൽ ഒരു ബന്ധമല്ല. യുവാക്കളെല്ലാം ഇതിലേക്ക് പോകുന്നത് മദ്യം കിട്ടാഞ്ഞിട്ടല്ലല്ലോ. ഇപ്പം മദ്യം കഴിഞ്ഞ 8 വർഷമായിട്ട് സുലഭമാണ്. അപ്പൊ ഇതെന്തിനായത്തിലാണ് ഇതൊക്കെ പറയുന്നത്? അവര് പറയുന്നത് ഈ 1-ാം തീയതി അടച്ചിടുന്നത് പോലും ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ബാറുകൾ അടച്ചിടുക എന്നുള്ള പരിപാടി പൂർണ്ണമായി അവസാനം ഭരിക്കാൻ, അതായത് ഭരിച്ച് ഒരു 5 പൈസ ഇല്ലാതാക്കിയിട്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ടുന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു നയം മാത്രമാണിത് ആത്യന്തികമായി. എന്നിട്ട് എന്താ, ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തമാശ അല്ലേ രാജേഷ്, ഈ മദ്യം ആവശ്യത്തിന് കൊടുക്കുക, എന്നിട്ട് അതിന്റെ അകത്തുനിന്നുള്ള ഒരു വരുമാനം മദ്യത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി വിമുക്തി പദ്ധതി ഉണ്ടാക്കുക. ഇതൊക്കെ ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്? ഇതൊക്കെ നമുക്ക് മാത്രം നടത്താൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. വെറും തമാശകളാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് കുറച്ചുകൊണ്ട് വരികയല്ലേ വേണ്ടത്? ഇവരുടെ നയം അതാണല്ലോ, മദ്യം ക്രമേണ കുറച്ചുകൊണ്ട് മദ്യവർജന. ഞാൻ പത്രത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് മദ്യ നിരോധനമോ വർജനമാണോ വേണ്ടതെന്ന് പറഞ്ഞൊരു ഇത് നടത്തി, ഒരു പരമ്പര എഴുതിയപ്പോ EMS കണ്ടു. EMS കണ്ടപ്പോഴത്തേക്കും EMSനോട് ഞാൻ ചോദിക്കുന്നുണ്ട്, കേരളത്തിൽ മദ്യ നിരോധനം ആവശ്യമാണോ എന്നും പറഞ്ഞ് ഞാനൊരു 5 ചോദ്യങ്ങൾ എഴുതി കൊടുത്തു. അപ്പൊ ഈ 5 ചോദ്യത്തിൽ കൂടെ EMS പറഞ്ഞ മറുപടി മദ്യ നിരോധനം ഒരു പ്രശ്നമല്ല എന്നാണ് പറഞ്ഞത്. അതായത് മദ്യവർജനമാണ് പാർട്ടിയുടെ നയം. അങ്ങനെയാണെങ്കിൽ ഇത് ഈ സർക്കാരിന് തുടർച്ചയായി കേരളത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ തുടർച്ചയായി 8 വർഷം ഭരിച്ചിട്ട് ഏത് തരത്തിലാണ് മദ്യവർജനത്തിനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയത് എന്നുള്ളവരുടെ മറുപടി പറയാം. അല്ല, പുള്ളിച്ചിട്ട് ഇതിൽ നമ്മൾ കാണേണ്ടതെന്ന് പറഞ്ഞാൽ UDFന്റെ കാലത്ത് ഗുണനിലവാരം ഇല്ലാത്ത കുറെ ബാറുകൾ ഉണ്ടായിരുന്നു കേരളത്തിൽ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാൻ പല ബാറുകളിലും കയറിയിട്ടുണ്ട്. ഈ പല ബാറുകളിലും ഭയങ്കര മോശാവസ്ഥയിലുള്ള ബാറുകൾ ഉണ്ടായിരുന്നു. ഈ ബാറുകൾക്കൊക്കെ നോട്ടീസ് കൊടുക്കുകയും ആ ബാറുകൾ കൃത്യമായി നല്ല നിലയിലേക്ക്, അതായത് ഒരു 3 സ്റ്റാർ ഫെസിലിറ്റീസിലേക്ക് മാറണം എന്ന് പറഞ്ഞാൽ നോട്ടീസ്. അപ്പൊ ഇതിന്റെ പിന്നിൽ അതായത് പലർക്കും നോട്ടീസ് കിട്ടിയപ്പോൾ എല്ലാ ആളുകളും ബേജാറായി. കാരണം കാലാകാലമായിട്ട് അവരൊരു രീതിയിൽ അങ്ങ് നടത്തിക്കൊണ്ടുവന്ന ബാറുകളാണ്. ഗുണനിലവാരത്തിലൊന്നും ഇല്ല. പല സ്ഥലങ്ങളിലും വ്യാജ മദ്യം പോലും വിൽക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, കൊച്ചിയിലൊക്കെ ചില സ്ഥാപനങ്ങളിലൊക്കെ സ്വന്തമായി മദ്യം ഉൽപ്പാദിക്കുകയും അവർ സ്വന്തം ബ്രാൻഡ് ഉണ്ടാക്കി അവർ വിറ്റ് കാശാക്കുകയും ചെയ്യുന്നൊക്കെ അവസ്ഥയുണ്ട്. ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ സ്പിരിറ്റ് കടത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്, വ്യാജമദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത്തരത്തിലൊരു വ്യവസ്ഥയ്ക്ക് ഒന്നും കണിഞ്ഞാണിടാതെ അതിന്റെ ആന്തരികമായ അല്ലെങ്കിൽ ഈ സൗന്ദര്യവൽക്കരണമാണ് അന്ന് ലക്ഷ്യമിട്ടത്. അതായത് നല്ല വൃത്തി ഉണ്ടാവണം, നല്ല പെയിന്റ് അടിച്ചിരിക്കണം, അതുപോലെ തന്നെ കർട്ടൻ ഉണ്ടാവണം, നല്ല കസേര ഉണ്ടാവണം. രാജേഷിനും എനിക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ വ്യാജമദ്യം ഉണ്ടാകും. ഇതപ്പം നമ്മളുടെ ഈ വകുപ്പിന്റെ ഉടമസ്ഥർക്ക് അറിയില്ല എന്നാണോ രാജേഷ്? എക്സൈസുകാർ എല്ലാ കാലത്തും തടിച്ചു കൊടുക്കുന്നതാണ്. എക്സൈസുകാർ മാത്രമല്ല, ഇപ്പൊ ഈ യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചെന്താണ്, ബാറുകള് പിന്നീട് പൂട്ടിയ ബാറുകൾ തുറക്കാൻ വേണ്ടിയിട്ട് ആളെണ്ണം അല്ലെങ്കിൽ ബാർ എണ്ണം ഇത്ര രൂപ വെച്ച് കളക്ട് ചെയ്തിട്ട് അസോസിയേഷൻ ഉപയോഗിച്ചുകൊണ്ട് 6 എണ്ണം കളക്ട് ചെയ്തിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അന്ന് നിയമമന്ത്രി കൂടിയായിരുന്ന KM മാണിക്ക് എങ്ങനെയാണ് കോഴ കാശ് കിട്ടിയത്.
അദ്ദേഹത്തിന് ധനകാര്യ വകുപ്പിന്റെ കൂടി ഈ പിന്നെ ഇത് NOC ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നിയമവകുപ്പും ധനകാര്യ വകുപ്പും മാണി പാർട്ടി അപ്പുറത്തായതുകൊണ്ടാണ് വീണ്ടും ഒരു കോഴ ആരോപണം. അല്ല, അത് അവിടെയാണ് പറയുന്നത്. അന്ന് മാണി പൈസ മേടിച്ചെന്നും കോഴമാണി എന്നുള്ള പേരെങ്ങനെയാണോ വന്നത്, അദ്ദേഹത്തിന്റെ വീട്ടില് പിന്നീട് നോട്ടെണ്ണ യന്ത്രം ഉണ്ടായിരുന്നെന്നും കോഴ വഴി മാണിനെ കാണാൻ വേണ്ടി പോയ ചരിത്രമൊക്കെ ബിജു രമേശൊക്കെ അന്ന് കൃത്യമായി പറയുകയും അത് വലിയ വിവാദമാകുകയൊക്കെ ചെയ്തു. കോഴ വഴിയാണ് അങ്ങോട്ട് വീട്ടിലേക്ക് പോകുന്നത്. അതെ, കോഴ വഴിയാണ് പാലയിലേക്ക് പോകുന്നത് എന്നുള്ളതുകൊണ്ട് കോഴ വഴി പാലയിലേക്ക് പോയിരുന്നു. അദ്ദേഹം നോട്ടെണ്ണ യന്ത്രം വെച്ച് ഈ നോട്ടുകൾ മൊത്തം എണ്ണി തിട്ടപ്പെടുത്തി എന്നുള്ളതായിരുന്നല്ലോ. അതിനുശേഷമാണ് നമുക്ക് കാണുമ്പോൾ പിന്നീട് കേരളത്തിൽ പിന്നീട് സമരങ്ങളുടെ ഒരു കോലാഹലമായിരുന്നു. പിന്നീട് മാണിയ ഈ ഇത് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനെതിരെ വലിയ വിഷയം ഉണ്ടായി. ഒടുവിൽ എന്താണ്, മാണിക്കെതിരെ കേസെടുത്തു. ഈ ബാർക്കോഴ കേസിൽ അവസാനം മാണി ആവുകയും മാണി 6 മാസം മുന്നേ രാജിവെക്കുകയും ചെയ്ത ഒരു ചരിത്രം കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ UDF ആയിട്ടുള്ള ബന്ധം പോലും അന്ന് രമേശ് ചെന്നിത്തലയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ളത് കൊണ്ട് തന്നെ മാണിക്കെതിരെ കേസെടുത്തത് പോലും പിന്നീട് വലിയ വിവാദമാവുകയും അത് UDF തന്നെ തർക്കമാവുകയും പിന്നീട് UDF നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഈ മാണി കോൺഗ്രസ് എത്തുകയും ചെയ്യുന്ന ഒരു ചരിത്രം കൂടിയുണ്ട്. അപ്പൊ അങ്ങനെ വലിയ തരത്തിൽ മാണി കോൺഗ്രസിനെ വല്ലാത്ത പ്രതിസന്ധിയിലാക്കിയ, അല്ലെങ്കിൽ ഈ അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി പ്രതിസന്ധിയിലാക്കിയ, കെ ബാബുവിനെ പ്രതിസന്ധിയിലാക്കിയൊക്കെയുള്ള വിഷയങ്ങളായിരുന്നു. അന്ന് പ്രതിപക്ഷത്തായിരുന്ന LDF ആണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ബാറ് തുറന്നു കൊടുത്തു. ഇപ്പൊ നമുക്ക് പൂട്ടുന്ന സമയത്തുണ്ടായതിനേക്കാളും 130 ബാറുകൾ ഇപ്പം മാർച്ച് 31 വരെ ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ 130 ബാറുകൾ കൂടുതലുണ്ടായിട്ട്. അപ്പൊ അന്ന് നമുക്കറിയാം ഈ LDF വരും എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ പോലെ തന്നെ വേറൊരു പരസ്യം ഉണ്ടായിരുന്നു. KPC തന്നെ വെച്ചിട്ട് ഒരു പരസ്യം ഉണ്ടായിരുന്നു. അതായത് ബാറുകൾ നമ്മൾ മദ്യം വർജനമല്ല, മദ്യം ഘട്ടം ഘട്ടമായിട്ട് ഇല്ലാതാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പം മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഘട്ടം ഘട്ടമായിട്ട് കേരളത്തിൽ മദ്യഷാപ്പുകൾ ഇല്ലാതാക്കും എന്ന് പറഞ്ഞ സർക്കാർ പിന്നീട് എന്താണ് ചെയ്തത് നമുക്കറിയാം. അതാ ഞാൻ ചോദിച്ചത്, ഇത് എന്താണ് ഇവരുടെ പോളിസി എന്താണെന്ന് കൃത്യമായിട്ട് എല്ലാ വർഷവും സർക്കാർ മദ്യനയം പ്രഖ്യാപിക്കാറുണ്ട്. ഇപ്പൊ ഈ ഇലക്ഷൻ ആയതുകൊണ്ടാണ് മദ്യനയം വൈകിയത്. ഇപ്പൊ ജൂണിൽ പ്രഖ്യാപിക്കണം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ ചർച്ചകൾ നടക്കുകയും അതിനെ കമ്മിറ്റിക്ക് ചുമതലപ്പെടുത്തുകയും അവർ നൽകിയ ശുപാർശ പ്രകാരമാണ് ഈ ഡ്രൈഡേ എന്നുള്ള സംവിധാനം എടുത്തു കളയുന്നത്. ഇത് ഗോവിന്ദ മാഷ് നേരത്തെ എക്സൈസ് വകുപ്പ് ആയിരുന്ന സമയത്തും ഡ്രൈഡേ എടുത്തു കളയാനുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. +2 സ്കൂളുകളുടെ മുന്നിൽ പോലും സുലഭമായി മറ്റ് ലഹരി പദാർത്ഥങ്ങൾ കിട്ടിയിട്ട് അതൊന്ന് തടുക്കാനോ കുട്ടികളെ രക്ഷിക്കാനോ പറ്റാത്തവരാണ് ഈ പറയുന്നത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇനി ഇത് കുട്ടികളെ ലഹരിയിലേക്ക് പോകുന്നതുകൊണ്ട് ഇനി സ്കൂളിന്റെ അടുത്ത് കൂടെ വരണം എന്ന് പറഞ്ഞാൽ ദൂരപരിധിയൊക്കെ അങ്ങ് ഒഴിവാക്കിയാൽ മതിയല്ലോ. ഇപ്പൊ ദൂരപരിധി നമ്മൾ കണ്ട ഈ ഓർക്കുന്നുണ്ടാവും, ഇന്ത്യയിൽ ആകമാനം ബാറുകൾ, ഈ ഹൈവേ സൈഡിൽ ബാറുകൾ പാടില്ല എന്ന് പറയും. കാരണം ഈ ബാറിന്റെ ബോർഡ് കാണുമ്പോൾ പല ഡ്രൈവർമാർക്കും മദ്യത്തോട് ആസക്തി ഉണ്ടാവുകയും അതുകൊണ്ട് റോഡ് സൈഡിൽ മദ്യശാലകൾ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയിൽ ആകമാനം പല ബാറുകളും നിർത്തേണ്ടി വന്നു. ചില ബാറുകളുടെ ദൂരപരിധിയൊക്കെ അവരുടെ വഴിയൊക്കെ മാറ്റി വെക്കേണ്ടി വരുന്നു. റോഡ് സൈഡിൽ ബോർഡ് വെക്കാതെ അവർ വേറെ ചില സ്ഥലങ്ങളിൽ വെക്കുന്നു. പിന്നെ ദർ ബാർ എന്നൊക്കെ വെച്ചിട്ട് ചില സംഭവങ്ങളൊക്കെ പലതരത്തിലുള്ള അതിനെ മറികടക്കാൻ വേണ്ടി പിന്നെ വഴികള്, നേരെയുള്ള വഴികള് കെട്ടി അടച്ചിട്ട് വേറെ ചില വഴികൾ കാണിച്ചിട്ട് ഈ ദൂരപരിധി എന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമങ്ങളൊക്കെ ചുറ്റി വരുമ്പോൾ ദൂരം കറക്റ്റ് ആവും. അതുപോലെ തന്നെ റോഡ് സൈഡ് ഉണ്ടായിരുന്ന ബീവറേജ് ഷോപ്പുകളൊക്കെ പിന്നീട് ഉൾ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്ന ഒക്കെ നമ്മൾ കണ്ടു. ഇങ്ങനെ ഇതിനൊക്കെ അട്ടിമറിക്കാൻ വേണ്ടി, നിയമങ്ങളൊക്കെ അട്ടിമറിക്കാൻ വേണ്ടി എല്ലാ കാലത്തും പലതരത്തിലുള്ള നീക്കങ്ങൾ നടന്നത്. ഇന്നിപ്പോ നമ്മൾ നോക്കൂ, ഇന്നിപ്പോ വന്ന ഇത് ഒരു ബാറിന് 2.5 ലക്ഷം രൂപ വെച്ച് പിരിക്കാൻ വേണ്ടിയിട്ടാണ് അനിമോൻ പറഞ്ഞിരിക്കുക. അനിമോൻ എന്ന് പറയുന്നത് പിന്നെ ഇടുക്കി ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അബ്കാരിയാണ്. അപ്പൊ അബ്കാരി ചട്ടങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നും അതുകൊണ്ട് നമ്മൾ കാശ് കൊടുക്കണമെന്നും, നമ്മൾ കാശ് കൊടുത്തില്ലെങ്കിൽ ആരും നമ്മളെ സഹായിക്കില്ലെന്നും ആരും ചുമ്മാ അതൊന്നും ചെയ്തു തരില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ കൃത്യമായിട്ട് ഡീലുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളത് സംശയമില്ലല്ലോ. അതിപ്പം രമേശിന്റെ രൂപത്തിൽ വരാം, അനിമോന്റെ രൂപത്തിൽ വരാം, സുനിൽകുമാറിന്റെ രൂപത്തിൽ വരാം, അതുപോലെ തന്നെ നമ്മുടെ രാധാകൃഷ്ണൻ രൂപത്തിൽ വരാം, പല ആളുടെയും രൂപത്തിൽ വരുന്നു. പക്ഷെ എങ്കിൽ പോലും ഇത് കൃത്യമായിട്ട് സർക്കാരും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ഈ പറയുന്ന മദ്യവ്യാപാരികളും തമ്മിൽ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ഒരു അന്തർധാര ഇവിടെ സജീവമായിരുന്നു എന്നുള്ളത് വളരെ പകൽ പോലെ വ്യക്തമാണ്. അപ്പൊ ഇന്നിപ്പം ഗോവിന്ദ മാഷി പറയുന്നുണ്ട് LDF എന്ന് പറയുന്നത് UDF പോലെ അല്ലല്ലോ. അതിന് കൃത്യമായ നയപരിപാടികളുണ്ട്. പാർട്ടിയിൽ ചർച്ച ചെയ്യും, മുന്നണിയിൽ ചർച്ച ചെയ്യും, അതിനുശേഷം മന്ത്രിസഭയിൽ ചർച്ച ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ നയം സ്വരൂപിക്കുന്നത് എന്നാണ് ഇന്ന് MP രാജേഷ്, വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞിരിക്കുന്നതാണ്. ഞങ്ങൾ ഇവിടെ ചർച്ച പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇതേ സമയത്ത് തന്നെയാണ് IT പാർക്കുകളിൽ ബാർ അനുവദിക്കാനും
അതുപോലെ തന്നെ ഡ്രൈ ഡേ എന്നുള്ള സംവിധാനം ഒഴിവാക്കാനും വേണ്ടിയിട്ടുള്ള ശുപാർശകൾ പോയിട്ടുള്ള ഇത് ആരെങ്കിലും ഉണ്ടാക്കിയല്ല. ഇപ്പൊ ഗോവിന്ദ മാഷ് എന്ന് പറയുന്നത് എന്താണ്, ഇലക്ഷനൊക്കെ കഴിഞ്ഞോടുകൂടി ഇവിടെ മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, അതുകൊണ്ട് മാധ്യമപ്രവർത്തകർ ഉണ്ടാക്കിയതാണെന്ന്. അതായത് LDF എന്ത് ചെയ്താലും അത് ഉണ്ടാക്കുന്നതും മറ്റേതെങ്കിലും പാർട്ടിയാണെങ്കിൽ അത് സത്യമാണ് എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് അറിയാലോ, ഈ മദ്യ നയവുമായി ബന്ധപ്പെട്ട എല്ലാ കാലത്തും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും എക്സൈസ് മന്ത്രിമാരും അവസാനം പ്രതിസന്ധിയിൽ പെടാറുണ്ട്, ആരോപണങ്ങളിൽ പെടാറുണ്ട് എന്നുള്ളത് സത്യമാണ്. അതിലിപ്പോ ഗോവിന്ദ മാഷ് അതിൽ നിന്ന് ചിലപ്പോൾ രക്ഷപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിട്ട് ഗോവിന്ദ മാഷ് അത് നേരത്തെ ഓടിയതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് മദ്യനയം രൂപീകരിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടിയും അവധാനതയോടും കൂടി തന്നെ ചെയ്യാൻ ഈ നിയമങ്ങൾ, നിലവിലുള്ള നിയമങ്ങൾ നടപ്പാക്കാൻ ഇവരുടെ ഇടതുമുന്നണിയുടെ നയം അനുസരിച്ച് അല്ലെങ്കിൽ CPM-ന്റെ നയം അനുസരിച്ച് മദ്യവർജനം നടപ്പാക്കാൻ കേരളത്തിൽ എന്ത് ചെയ്തു എന്നുകൂടെ പറഞ്ഞിട്ട് വേണം ഇത്തരം പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാൻ. അതാണോ ഇവരുടെ ലക്ഷ്യം, അതോ മദ്യം തന്നെയാണ് കേരളത്തിൽ ഇതിലൂടെ രക്ഷപ്പെടുകയുള്ളൂ, ബാക്കിയെല്ലാം ഒരു വഴിക്കായല്ലോ. അപ്പൊ ഇനി ഈ മദ്യത്തിലൂടെ ഞങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ, അത് ഇങ്ങനെ തന്നെ സുലഭമായി കിട്ടുന്ന ഒരു നയമായിരിക്കും ഇനിയുള്ളത് എന്ന് വ്യക്തമാക്കണം. അതിനാണ്. പക്ഷേ ഇതിൽ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഇതിന്റെ ഈ വർഷം എന്ന് പറഞ്ഞാൽ ഇവര് പറയുന്ന സമയത്ത്, അതായത് ഇപ്പൊ LDF എന്ത് പറയുന്ന സമയത്തും അതിന് വളരെ താത്വികമായ അവലോകനങ്ങളാണ്. അത് അങ്ങനെയല്ല, ഇത് ഇങ്ങനെയല്ല, അതിന്റെ ചില ദൂഷ്യഫലങ്ങളെ കുറിച്ച് ഞങ്ങൾ നടത്തിയ പഠനത്തിന്റെ ഭാഗമായി നമ്മളതല്ലാത്ത ചില കാരണങ്ങളാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില സാധനങ്ങളുണ്ട്. ഇതാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഇന്ത്യയിൽ ഈ സർക്കാരിന്റെ മേൽവിലാസത്തിൽ അല്ലെങ്കിൽ സർക്കാരിന്റെ ഉടമസ്ഥയിൽ മദ്യം വിൽക്കുന്ന സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കേരളം മാത്രമേ ഉള്ളൂ, മറ്റാരും മദ്യം വിൽക്കുന്നില്ല. ഇപ്പൊ നമുക്കിപ്പോ എനിക്ക് ഇതുമായിട്ട് ചേർത്ത് വായിക്കാൻ വേണ്ടി തോന്നിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇന്നലെ കെജ്രിവാളിന്റെ ഒരു വലിയ പ്രസ്താവന ഉണ്ടായിരുന്നു. അടുത്ത സർക്കാരിന്റെ ഉന്നം, അതായത് കേന്ദ്ര സർക്കാരിന്റെ ഉന്നം പിണറായി വിജയനും അതുപോലെ തന്നെ മമതാ ബാനർജിയാണ്. അതായത് ഈ കെജ്രിവാൾ യഥാർത്ഥ ജയിലിൽ പോവുകയും കെജ്രിവാൾ ഈ ഇത്തരത്തിലുള്ള കേസിൽപ്പെട്ട് ഈ നൂലാമാലകളിൽപ്പെട്ട് നിൽക്കുകയും ചെയ്യുന്നത് ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ടാണ്. അതേപോലെ തന്നെ കേരളത്തിലെ മദ്യനയവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനും പ്രശ്നങ്ങളിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണോ എന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള പ്രസ്താവന നടന്നത്. അങ്ങനെ കൂട്ടി വായിക്കേണ്ടി വരും. അതുകൊണ്ട് ഇവര് ഞങ്ങൾക്കറിയില്ല എന്ന് പറയുമ്പോൾ സമയത്ത് ഇത് പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ 2.5 ലക്ഷം രൂപ പിരിച്ചത് എന്നുള്ളത്. ഇപ്പൊ സുനിൽകുമാർ, ഇവരുടെ അസോസിയേഷന്റെ ഫെഡറേഷന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരിക്കുന്ന സുനിൽകുമാർ വളരെ കൃത്യമായിട്ടൊരു ന്യായം പറയുന്നുണ്ട്. ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് വേണ്ടി തിരുവനന്തപുരത്ത് ഒരു ബിൽഡിംഗ് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള പണം സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് ഇത് വായ്പയായിട്ടാണ് പലർക്കും ചോദിച്ചത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഇന്ന് വന്ന ഈ സനുമോന്റെ കൃത്യമായ വോയിസ് നമുക്ക് കേട്ടാൽ എല്ലാ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഇത് പിരിവാണ് എന്നും ഇത് കോഴപ്പിരിവാണ് എന്നും ഇത് കൃത്യമായി കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുക്കുക. ഇപ്പൊ CPI-ന്റെ മുൻ ജില്ലാ സെക്രട്ടറിയും ഇപ്പോൾ LDF-ന്റെ കൺവീനർ, അതായത് ഇടുക്കിയിലെ ജില്ലാ കൺവീനർ ആയിരിക്കുന്ന ശിവരാമൻ വളരെ കൃത്യമായിട്ട് ഇന്ന് രാവിലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്, പണം കൊടുത്ത് ആർക്കും സർക്കാരിനെ സ്വാധീനിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായ അന്വേഷണം നടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഭയങ്കരമായി ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് എന്ന് അദ്ദേഹം പറയുന്നു. കട്ടവനെ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് കണ്ടവനെയൊക്കെ പിടിക്കുക എന്നുള്ള പുതിയ നയത്തിലേക്ക് ഇത് മാറും. ഇതിപ്പോ സംഭവിക്കുക എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ സനുമോനെതിരെ കേസെടുക്കുമായിരിക്കും, അല്ലെങ്കിൽ സനുമോന്റെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് ഉണ്ടാവും. അങ്ങനെ സനുമോനെ എങ്ങനെ ഇനി ബുദ്ധിമുട്ടിക്കാം, അപ്പുറത്തും പല സ്ഥലങ്ങളിലായിട്ട് സ്ഥാപനങ്ങളിലൊക്കെ ബിസിനസ് പങ്കാളിത്തമുള്ള ആളാണ് അദ്ദേഹം. ചെറിയൊരു വ്യവസായിയല്ല, വളരെ വിപുലമായ മദ്യ വ്യവസായവും മറ്റു വ്യവസായമൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ സനുമോനെതിരെ ഉള്ള നീക്കമായിരിക്കും നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നമുക്കറിയാം ഇപ്പൊ ഈ നേരത്തെ ഉണ്ടായിരുന്ന കോഴ കേസിലും ബാർക്കോഴ കേസിലും ഇത്തരത്തിലുള്ള ചില നീക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് LDF-ന്റെ കാലത്ത് ഇത് നടക്കില്ല എന്ന് പറയുന്നതിന് എന്തെങ്കിലും ന്യായമുണ്ടോ എന്നുള്ളത് ഒരു ന്യായമില്ലല്ലോ. അതിലൊന്നും ഒരു അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, രക്ഷപ്പെടൽ തന്ത്രം മാത്രമാണ് ഇതെല്ലാ കാലത്തും നടക്കുന്ന ഒരു കാര്യം. അത് ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യം മാണിയുടെ കാര്യത്തിൽ പരസ്യമായി, ഇത്തവണ വീണ്ടും പരസ്യമായി. അത്ര ഇതിലിപ്പോ അപ്പൊ വർഷത്തിന്റെ മാറ്റം അനുസരിച്ചേ ഉള്ളൂ, 10 വർഷത്തിന്റെ വ്യത്യാസം അനുസരിച്ച് അത്രയും കോടി കൂടിയെന്നേ ഉള്ളൂ. അതെ, 20-25 രൂപയുടെ മൂല്യം കുറയുന്നതിനനുസരിച്ച് മേടിക്കുന്ന പൈസയുടെ ഈ അളവ് കൂടി വരും എന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെ ഇത് ആരാണ് ചോദിച്ചിരിക്കുന്നത്? ഈ കേരളത്തിലെ മദ്യനയത്തിൽ അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താൻ വേണ്ടിയിട്ട് ആരാണ് ഇവരുടെ അടുത്ത് കാശ് ചോദിച്ചിരിക്കുന്നത്? ചോദിക്കാതെ കൊടുക്കില്ല എല്ലാവരും. ആരാണ് ചോദിച്ചിരിക്കുന്നത്? ഇതിന്റെ വഴി എന്താണ്? ഇത് കേരള രാഷ്ട്രീയത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന ചലനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കേരളം ഇനി ചർച്ച ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ എന്തായാലും ഇത് വലിയ രൂക്ഷമായ ഒരു സമരമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.